മാനന്തവാടിയിലിറങ്ങിയ കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം മൂന്നാം ദിനവും പുരോഗമിക്കുകയാണ്. സന്തോഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, നേരം അതിക്രമിക്കുന്നു. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ മയക്കുവെടി വെക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ മൂന്നാം ദിനത്തിലെ ദൗത്യം, ഈ ഒരു അവസാന മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം? കാരണം ഇന്നലെ സമാനമായ ഒരു സാഹചര്യത്തിലായിരുന്നു ദൗത്യം ഇന്നലെ ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇന്നും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആനയെ എത്തിക്കാനോ അല്ലെങ്കിൽ ആന വരുന്ന ഒരു സാഹചര്യമോ ഇത്രയും മണിക്കൂറുകളായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് നൽകുന്ന ഒരു വിശദീകരണം? വിനിഷ, ഇന്ന് ഇനി മയക്കുവെടി വെക്കാനുള്ള സാധ്യതയില്ല. കാരണം നേരം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ, സന്ധ്യ ആയതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നില്ല. എന്നാൽ ഈ ദൗത്യം തുടരും എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. രാത്രിയും ഈ ആനയെ നിരീക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത് ഉൾവനത്തിലേക്കും ജനവാസ മേഖലയിലേക്കും ഇറങ്ങാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരീക്ഷണം ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാത്രിയും തുടരും. നാളെയായിരിക്കും ഇനി മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെ ആ നടപടികളിലേക്ക് കടക്കുന്നത്. പകൽ സമയത്ത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നേരം വൈകിയത് കൊണ്ട് തന്നെ ഇനി മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്നും മൂന്നാം ദിവസവും ഈ മയക്കുവെടി വെക്കുന്നതിന് പ്രധാനമായും തടസ്സമായി നിൽക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ കോളനിക്കടുത്തുള്ള ജനവാസ മേഖലക്കടുത്താണ് ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് മയക്കുവെടി വെച്ചാൽ കോളനി നിവാസികളുടെ ജീവന് ഉൾപ്പെടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം മയക്കുവെടി വെച്ചാൽ 20 മിനിറ്റ് നേരത്തോളം അക്രമാസക്തനാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കാട്ടാന. അതുകൊണ്ട് തന്നെയാണ് ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തായതുകൊണ്ട് പ്രധാന തടസ്സമായി അത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വനത്തിനകത്തെ കുറ്റിക്കാടുകൾക്കിടയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കൃത്യമായും ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ചെറിയൊരു തടസ്സമുണ്ടെങ്കിൽ പോലും ഈ മയക്കുവെടി വെക്കുന്നത് പരാജയപ്പെടും. ഇത് തട്ടിത്തെറിച്ചു പോകും. അതിന് ആ രീതിയിലുള്ള ശേഷി മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് DFO ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതിനെ പരമാവധി ഈ കാട്ടാനയെ കൃത്യമായിട്ടുള്ള ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തിച്ച് മയക്കുവെടി വെക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. 200ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത്ര തന്നെ പോലീസും ഈ ദൗത്യത്തിന് പിന്നിലുണ്ട്. എന്നാൽ വളരെ ദുഷ്കരമാകുന്നത്, ഈ പറയുന്ന ദൗത്യം വളരെ ദുഷ്കരമാകുന്നത് ഈ പ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. ഇത് ജനവാസ മേഖലയിലാണ് എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഈ കുറ്റിക്കാട്ടുകൾക്കുള്ളിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം ബാവലി റോഡിൽ 58-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശം, ഇവിടേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പരമാവധി കുങ്കിയാനകളുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. കാരണം ഇത് ഒരു തുറന്ന ഈ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ സുഗമമായി മയക്കുവെടി വെക്കാനും മറ്റ് നടപടികളിലേക്ക് നീങ്ങാനും കഴിയും. ഏതായാലും ഇന്ന് ഇനിയൊരു മയക്കുവെടി വെക്കാനുള്ള സാധ്യതയില്ല. അതേസമയം തന്നെ ദൗത്യം തുടരുകയും ചെയ്യും. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. ഓപ്പറേഷൻ ബേലൂർ മഗ്ന ദൗത്യം തുടരും. എന്നാൽ ഇന്ന് ആനയെ മയക്കുവെടി വെച്ചേക്കില്ല, പ്രതികൂലമായ സാഹചര്യത്തിലാണ് മയക്കുവെടി വെച്ചേക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിച്ചേർന്നത്. എന്നാൽ ആനയെ നിരീക്ഷിക്കുന്നത് തുടരും. രാത്രി അടക്കം നൈറ്റ് വിഷൻ ഡ്രോൺ അടക്കം ക്രമീകരിച്ച് ആനയെ നിരീക്ഷിക്കുന്നത് തുടരും. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് തടയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് സന്തോഷ് വിശദാംശങ്ങൾ നൽകി വന്നത്.